ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഋതുമതിയുടെ ചടങ്ങുകളാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. എനിക്ക് പല തിരക്കുകളും മൂലം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഇങ്ങനെയുള്ളൊരു ചടങ്ങാണ് കേട്ടോ. ഇന്നാണ് അവളെ കുളിപ്പിക്കുന്ന ദിവസം. ഞങ്ങൾ 7-നാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തലയിൽ ഇങ്ങനെ വെറ്റിലയും താലിയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എണ്ണ ഒഴിക്കും. അതിനുശേഷം മേത്ത് മഞ്ഞളൊക്കെ ഇങ്ങനെ എല്ലാവരും തേച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തലയിലൂടെ ഇങ്ങനെ പല ടൈപ്പ് വെള്ളങ്ങൾ ഒഴിക്കുന്നുണ്ട്. 4-5 തരം വെള്ളങ്ങളാണ് ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം പാലാണ് ഒഴിച്ചത്, പിന്നെ കുങ്കുമം കലക്കിയിട്ടുള്ള വെള്ളം, പിന്നെ തുളസിയും തെച്ചിയും ഇട്ടിട്ടുള്ള വെള്ളം, അങ്ങനെ 2-3 ഐറ്റം വെള്ളങ്ങൾ തലയിലൂടെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളത്തിലാണ് അവിടെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുളിപ്പിക്കുന്നതാണ് എൻ്റെ മേമ. ഞങ്ങൾ കുറേ നാളായിരുന്നു ഇവളുടെ ഈ ഒരു കുഞ്ഞിക്കല്യാണത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുള്ള് മേക്കപ്പും എല്ലാം അവിടെ വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആങ്ങളങ്ങനെ തലയിലൂടെ കുടയുടെ മേലെ വെള്ളം ഒഴിക്കുന്നൊരു ചടങ്ങുണ്ട്. അത് ചെയ്ത് തേങ്ങ പൊട്ടിച്ചിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറ്റിയത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അത് ഈ ഒരു പരിപാടി കഴിക്കുന്ന അന്നേ ദിവസം നമ്മൾ കുടുംബക്കാരും അയൽക്കാരും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നല്ല വലുതാക്കിയിട്ടാണ് ഈ ഒരു ചടങ്ങുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചടങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മേമയാണ്. തലേ ദിവസം തന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഋതുമതി എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരും കൊടുത്തിട്ടുള്ള ഗോൾഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് അവളുടെ അമ്മമ്മയാണ്. ഈ ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ അവളുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് പലഹാരങ്ങളും ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് അവളുടെ അച്ഛൻ, എൻ്റെ പാപ്പനാണ് അവളുടെ അച്ഛൻ. പാപ്പൻ്റെ വക മാലയും ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ള ഗോൾഡും കാര്യങ്ങളെല്ലാം അവൾക്ക് ഇട്ട് കൊടുത്തു. അത്യാവശ്യം ഒരുപാട് ഗോൾഡ് അവൾക്ക് ഈ പരിപാടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്ന പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേക്ക് ഭയങ്കര വലിയ കേക്കായിരുന്നു. അവളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കായിരുന്നു. അതിനുശേഷം അവൾക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡ് ഞാനിവിടെ കാണിക്കാം കേട്ടോ. 2 മാലയും 2 ബ്രേസ്ലെറ്റും 7 മോതിരവും പിന്നെ സിൽവറിൻ്റെ ഒരു കൊലുസുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.